വെൽക്കം സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ATPയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു യൂസ് എ ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി ടു ഡിസൈൻ എ മെനു ഡ്രൈവൻ കാൽക്കുലേറ്റർ ദാറ്റ് സപ്പോർട്ട്സ് 4 ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒരു മെനു ഡ്രൈവൻ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡീകമ്പോസിഷൻ സ്ട്രാറ്റജിയാണ്. എന്താ ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലാർജർ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മോളർ മാനേജബിൾ കമ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുന്നതിനെയാണ് ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെനു ഡ്രൈവൻ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായിരിക്കും, അത് ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യണം. So this strategy helps organize the code logically and make it more readable, maintainable and reusable. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷനെയാണ്. എന്തിനു വേണ്ടിയിട്ട്? മെനു ഓപ്ഷൻസിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനെ ഡിസൈൻ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് എക്സിറ്റ്. പിന്നെ എന്ത് ചെയ്യണം? യൂസറിന്റെ ചോയ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? അപ്രോപ്രിയറ്റ് ഫംഗ്ഷനെ നമുക്ക് നമ്മുടെ ഓപ്പറേഷന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത എന്താ ചെയ്യേണ്ടത്? അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഫങ്ഷൻസ്. സോ ക്രിയേറ്റ് സെപ്പറേറ്റ് ഫങ്ഷൻസ് ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? അഡീഷൻ ഫങ്ഷൻ. അക്സെപ്റ്റ് 2 numbers ആൻഡ് റിട്ടേൺ their സം. പിന്നെ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് 2 numbers ആൻഡ് റിട്ടേൺ their ഡിഫറൻസ്. അതാണ് സബ്ട്രാക്ഷൻ. അക്സെപ്റ്റ് 2 numbers ആൻഡ് റിട്ടേൺ their പ്രൊഡക്റ്റ്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ഡിവിഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്? 2 നമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ 0 അല്ല എന്ന് എൻഷുർ ചെയ്യണം. എന്നിട്ട് കോഷ്യന്റിനെ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മാനേജ്മെന്റ്. ടു ഇംപ്ലിമെന്റ് എ ഫംഗ്ഷൻ ടു ഹാൻഡിൽ ഇൻപുട്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2 നമ്പേഴ്സിനെ യൂസറിൽ നിന്നും റീഡ് ചെയ്യുക. ഇൻക്ലൂഡ് വാലിഡേഷൻ ഫോർ ഡിവിഷൻ ടു പ്രിവെന്റ് ഡിവിഷൻ ബൈ 0. പിന്നെ എന്ത് ചെയ്യണം? യൂസ് എ ഫംഗ്ഷൻ ടു ഡിസ്പ്ലേ റിസൾട്ട്സ് ഓർ എറർ മെസ്സേജസ്. പിന്നെന്താ? ലൂപ്പ് ഫോർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ. നമ്മൾ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. യൂസ് എ ലൂപ്പ് ഇൻ ദ മെയിൻ ഫംഗ്ഷൻ ടു അലൗ ദ യൂസർ ടു പെർഫോം മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് until they choose to exit. അപ്പോൾ by decomposing the program into these functional units, you achieve modularity, reusability, simplicity in design and debugging. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A mad scientist wishes to make a chain out of plutonium and lead pieces. There is a problem. However, if the scientist places 2 pieces of plutonium next to each other, boom. The question is, in how many ways can the scientist safely construct a chain of length n? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. So this problem is a classic combinatorial problem where we want to count the number of ways to construct a chain of length n using 2 types of pieces, plutonium and lead, such that no 2 pp's are adjacent. Approach to solve this problem we can use is dynamic programming. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടത്? ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസ് the number of safe ways to construct a chain of length n, base case എന്ന് പറയുന്നത് f(1) is equal to 2 ആണ്. There are 2 ways to construct a chain of length 1, p or l, plutonium or lead. ഇനി അടുത്ത ഫംഗ്ഷൻ f(2) is equal to 3. There are 3 safe configurations for a chain of length 2, pl, lp, ll. Recurrence relation ആണ് for n greater than or equal to 3. So if the nth piece is l,
The first n-1 pieces can be in any valid configuration. There are f of n-1 ways for this. ഇനി if the nth piece is p, the n-1th piece must be എന്തായിരിക്കണം? L ആയിരിക്കണം. And the first n-2 pieces can be in any valid configuration. There are f of n-2 ways for this. Thus, the recurrence relation is f of n is equal to f of n-1 plus f of n-2. This is the Fibonacci sequence shifted by one position. ഇതെന്താണ്? ഫിബിനോസി സീക്വൻസ് ആണ്. അപ്പോൾ ഫിബിനോസി സീക്വൻസിൻ്റെ എന്താ ഒരു ഇതെന്താ ഷിഫ്റ്റഡ് ബൈ വൺ പൊസിഷൻ ആണ് അല്ലേ? ഫിബിനോസി സീക്വൻസ് ഈസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് വെർ ഈച്ച് നമ്പർ ഈസ് ദ സം ഓഫ് ദ ടു പ്രിസീഡിംഗ് വൺസ്. ഇറ്റ് ടിപ്പിക്കലി സ്റ്റാർട്ട്സ് വിത്ത് 0 and 1 അല്ലേ? ജനറൽ ഫോർമുല ആയിട്ട് പറയുവാണെങ്കിൽ ദ നമ്പർ ഓഫ് വേസ് ടു സേഫ്ലി കൺസ്ട്രക്ട് ദ ചെയിൻ ഓഫ് ലെങ്ത് n ഈസ് ദ n+1th ഫിബിനോസി നമ്പർ. Example calculation ആണെങ്കിൽ f of 1 is equal to 2, f of 2 is equal to 3, f of 3 is equal to f of 2 plus f of 1 is equal to 3 plus 2 is equal to 5. f of 4 is equal to f of 3 plus f of 2 is equal to 5 plus 3 is equal to 8. So, for n is equal to 4, there are 8 ways to safely construct the chain. This approach gives us an efficient solution using the Fibonacci sequence. Fibonacci sequence means എന്താണ് Fibonacci sequence എന്ന് വെച്ച് കഴിഞ്ഞാൽ Fibonacci sequence is the first numbers എന്ന് പറയുന്നത് സീരീസ് ഓഫ് നമ്പേഴ്സ് അതിൽ ഓരോ നമ്പറും സം ഓഫ് ദ ടു പ്രിസീഡിംഗ് വൺസ് ആയിരിക്കും. അതാണ് ഫിബിനോസി സീരീസിൻ്റെ ഒരു അല്ലെങ്കിൽ ഫിബിനോസി സീക്വൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. f of n is equal to 0 if n is equal to 0, f of n is equal to 1 if n is equal to 2, f of n is equal to f of n-1 plus f of n-2 if n greater than or equal to 2. അപ്പോൾ അതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡിഫൈൻഡ് ജനറൽ ഇക്വേഷൻ. ആൻഡ് അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളത് ഫിബിനോസി സീക്വൻസ് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഫിബിനോസി സീക്വൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ കാര്യങ്ങളും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write a case statement that will examine the value of flag and print one of the following messages based on its value. Flag value 1, message hot. Flag value 2, message lukewarm. Flag value 3, message cold. Flag value any other value out of range. So this is the question. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മൾ ബിഗിൻ ചെയ്യുന്നു. റീഡ് ഫ്ലാഗ്, ഇൻപുട്ട് ദ വാല്യൂ ഓഫ് ഫ്ലാഗ്, സ്വിച്ച് ഫ്ലാഗ്. കേസ് 1 എന്താണ്? പ്രിന്റ് ഹോട്ട്, ബ്രേക്ക്. കേസ് 2 എന്താണ്? നമ്മൾ ലൂക്ക് വാം എന്ന് പ്രിന്റ് ചെയ്യുക, ബ്രേക്ക്. കേസ് 3 കോൾഡ് ആണ് പ്രിന്റ് ചെയ്യുക, ബ്രേക്ക്. ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? ഔട്ട് ഓഫ് റേഞ്ച്, എൻഡ് സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ദ വാല്യൂ, read the value of flag from the user or another source. Second case switch case ആണ്. If flag is 1, then we have to print it is hot. Flag 2 ആണെങ്കിൽ നമ്മൾ lukewarm എന്ന് പ്രിന്റ് ചെയ്യുക. Flag 3 ആണെങ്കിൽ നമ്മൾ cold ആണ് പ്രിന്റ് ചെയ്യുക. Third one, end the program. So exit after the appropriate message is printed. നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് പ്രിന്റഡ് ആയി കഴിഞ്ഞിട്ട് വേണം എക്സിറ്റ് ചെയ്യാൻ. So this pseudocode ensures a clear and structured approach to evaluating the flag value. Flag 1 ആണെങ്കിൽ hot ആണ് പ്രിന്റ് ചെയ്യുക. Flag 2 ആണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? ലൂക്ക് വാം ആണ് പ്രിന്റ് ചെയ്യുക. Flag 3 ആണെങ്കിൽ cold ആണ് പ്രിന്റ് ചെയ്യുക. എക്സിറ്റ് എന്തിനാണ്? end the program. Next question. Draw a flow chart to print the numbers that are divisible by 4 but not by 3 in a list of n positive numbers. So this is the question. Flow chart വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് അതിൻ്റെ അൽഗോരിതം ആണ്.
Start, input the list of n positive numbers. For each number in the list, rectangle shape ആണ് representing a loop. So we have to check if the number is divisible by 4 but not by 3. അപ്പോൾ ഡയമണ്ട് ഷേപ്പ് ആണെങ്കിലാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്യണം 4ൽ ഡിവിസിബിൾ ആയിരിക്കണം ബട്ട് നോട്ട് ബൈ ദ 3. യെസ് ആണെങ്കിൽ നമ്മൾ പാരലോഗ്രാം ഷേപ്പാണ് പ്രിന്റ് ചെയ്യുക. നോ ആണെങ്കിൽ അടുത്ത നമ്പറിലേക്ക് സ്കിപ്പ് ചെയ്യുക. ആൻഡ് ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. So this is the flow chart. Here we can see the flow chart. Start ചെയ്യുന്നു, enter the limit, get n, പിന്നെ കൗണ്ട് നമ്മൾ 0 സെറ്റ് ചെയ്യുന്നു, ലൂപ്പിലോട്ട് പോകുന്നു, നമ്പർ റീഡ് ചെയ്യുന്നു, ഗെറ്റ് ടി, പിന്നെ കൗണ്ട് പ്ലസ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇനി പിന്നെന്താ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. Next question. Identify and rectify the problem with the following recursive definition to find the greatest common divisor of two positive integers. So ABC bracket n comma m, if n equal to 2, return m, else return ABC m comma n mod m. So the given recursive definition for finding the greatest common divisor, GCD means greatest common divisor of two positive integers n and m, contains some issues. So given definition ഉള്ള problem എന്ന് പറയുന്നത് the base case that GCD calculation doesn't make sense for base case. Okay, base case in the recursive definition is doesn't make GCD calculation. So the proper base case should check if one of the numbers n becomes 0. So the recursive call is not well defined. It uses n percentage m. M incorrectly intended as m comma n percentage m. So the correct recursive definition for the Euclidean algorithm to find the GCD is base case എന്തായിരിക്കണം, if m equal to 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, n നെ റിട്ടേൺ ചെയ്യണം. കാരണം GCD of n and 0 is എന്താണ്, n തന്നെയാണ്. Recursive case, otherwise recursively call the function with the ABC bracket m comma n mod m. So the correct recursive definition would look like ABC n comma m, if m is equal to 0, then return n, else ആണെങ്കിൽ return ABC bracket m comma n mod m. So first condition, if m എന്ന് പറയുന്നത് equal to 0 ആണെങ്കിൽ GCD of n and 0 എന്താണ്, n ആണ്, നമ്മൾ റിട്ടേൺ n ചെയ്യുക. ഇനി if m എന്ന് പറയുന്നത് not equal to 0 ആണെങ്കിൽ recursively call the function with the pair m comma n mod m, which implements the Euclidean algorithm. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. So let's calculate the GCD of 48 and 18 using the correct definition. So ABC നമ്മൾ 48ഉം 18ഉം കൊടുത്തു. 18 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 48 mod 18 കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 12 കിട്ടുന്നു. ആൻഡ് കോൾ ABC 18, 12. ഇനി ABC 18, 12 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 18 mod 12 കമ്പ്യൂട്ട് ചെയ്യുന്നത് 6 ആണ്. എന്നിട്ട് നമ്മൾ ABC 12, 6 കോൾ ചെയ്യുന്നു. ഇനി ABC 12, 6 എന്ന് പറയുന്നത് 0 അല്ല. സോ കമ്പ്യൂട്ട് 12 mod 6 is equal to 0 and call ABC 6, 0. ഇനി ABC 6, 0, m equal to 0, so return n equal to 6, which is the GCD. Thus the greatest common divisor of 48 and 18 is എന്താണ്, 6 ആണ്. അപ്പോൾ ഇതിനെ സമ്മറൈസ് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, the original base case was incorrect, n equal to 2 and should be m equal to 0. The corrected recursive definition uses the Euclidean algorithm where the base case is m equal to 0. Next question. So let us discuss അടുത്ത question ഏതാണെന്ന് നമുക്ക് നോക്കാം. Write a recursive procedure to search for a key in a list of n integers. So to write a recursive procedure to search for a key in a list of n integers, we can follow these steps. ഒന്നാമത്തെ recursive approach ആണ്. ബേസ് കേസും ഉണ്ട്, recursive കേസും ഉണ്ട്.
If the list is empty or the index exceeds the list length, return false because the key is not found. In the recursive കേസിലാണെങ്കിൽ if the current element matches the key നമ്മൾ എന്ത് ചെയ്യണം true ആണ് return ചെയ്യുക. Otherwise recursively search the rest of the list by moving to the next index. Recursive case means call the search function on the remainder of the list excluding the first element, and we have to adjust the index accordingly. പിന്നെ recursive search ന്റെ pseudocode ആണ് procedure search key list comma key comma index. If index greater than or equal to length of list, then return false. Base case എന്ന് പറയുന്നത് if the index exceeds the list length, key is not found. Else ആണെങ്കിൽ list of index is equal to key, then return true. Key found, return true. Else return search key list comma key comma index plus 1. Recursively search the next element. അപ്പോൾ ഇതിന്റെ ഒരു യൂസേജ് വരുന്നത് സെർച്ച് ഫോർ കീ ഇൻ ദ ലിസ്റ്റ് സ്റ്റാർട്ടിംഗ് അറ്റ് ഇൻഡെക്സ് 0, റിസൾട്ട് ഇസ് ഈക്വൽ ടു സെർച്ച് കീ ലിസ്റ്റ് കോമ കീ കോമ 0. So base case, if the index is greater than or equal to the length of the list, index greater than or equal to length of list, it means we have searched through the entire list and the key is not present. So we return false. Second one, recursive case ആണ്. If the element at list of index equals the key, return true, indicating the key is found. Otherwise, we have to call the function recursively with the next index, that is index plus 1, to continue searching through the rest of the list. For example, കൊടുത്തിട്ടുണ്ട് ഇവിടെ. So let's say the list is 3, 5, 7, 9, 11 and the key we have to search is 7. So first one, search key 3, 5, 7, 9, 11, 7, 0 will check if list of 0 is equal to 7, which is false. Then we have to recursively call search keys 3, 5, 7, 9, 11, 7, 1. In second one, search key 3, 5, 7, 9, 11, 7, 1. Check list of 1 equal to 7 ആണോ? അത് false ആണ്. Then we call search key 3, 5, 7, 9, 11, 7, 2. So search key 3, 5, 7, 9, 11, 7 to check list of 2. അതെന്താണ് 7 ആണ്, which is true. So നമ്മൾ എന്ത് ചെയ്യുന്നു, true ആണ് return ചെയ്യുന്നു. 0, 1, 2, 3, 4, 5, 6 ആണ് നമ്മൾ ഇൻഡെക്സ് പോകുന്നത്. അതിൽ നമ്മൾ രണ്ടാമത്തെ ഇൻഡെക്സിന്റെ വാല്യൂ 7 ആയി. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സെർച്ച് കീ 7 ആയി, അത് കിട്ടി നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നു. Thus the function returns true, indicating that the key 7 was found in the list. Finally, we found the search key 7. So, time complexity or best case and worst case. Best case is big O of 1 if the key is found at the first position. Worst case എന്താണ്, big O of n if the key is at the end of the list or not in the list. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീഡി അൽഗോരിതവും ഡൈനാമിക് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഗ്രീഡി അൽഗോരിതം എന്താണ്, അതിന്റെ അപ്രോച്ച് എന്താണ്? Make the best possible choice at each step based on local information without reconsidering previous decision. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്, നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ് അല്ലേ, overlapping subproblems and solves each subproblem only once, storing the results to avoid redundant computations. Decision process ആണെങ്കിൽ make decision sequentially and irrevocably ആണ് ഗ്രീഡിക്കകത്ത്. ഡൈനാമിക് എന്താണ്, considers all possible decisions and combines them to form an optimal solution, often using a bottom up or top down approach. ഇനി ഒപ്റ്റിമാലിറ്റി, ഗ്രീഡി അൽഗോരിതം ആണെങ്കിൽ guaranteed to produce optimal solutions only for certain problems with the greedy choice property and optimal substructure. ഡൈനാമിക് എന്നതാണെങ്കിൽ always produce an optimal solution by considering all possible ways of solving subproblems and combining them. ഇനി എഫിഷ്യൻസിയുടെ കാര്യത്തിൽ typically faster and use less memory due to the lack of extensive bookkeeping. ഡൈനാമിക്കിനകത്താണെങ്കിൽ can be slower and use more memory due to storing results of all subproblems, memoization or tabulation. പിയുടെ എക്സാമ്പിൾ ആണ് കോയിൻ ചേഞ്ച് പ്രോബ്ലം,
ക്രൂക്കൽസ് അൽഗോരിതം ഫോർ മിനിമം സ്പാനിങ് ട്രീ, ഇതൊക്കെ ഗ്രീഡിയുടെ എക്സാമ്പിൾസ് ആണ്. ഡൈനാമിക്കിന്റെ എക്സാമ്പിൾ ആണ് ഫിബിനോസി സീക്വൻസ്, ലോങ്സ്റ്റ് കോമൺ സബ് സീക്വൻസ്, സ്നാപ്സാക്ക് പ്രോബ്ലം ആർ എക്സാമ്പിൾസ് ഓഫ് ഡൈനാമിക് പ്രോഗ്രാം. Next question, give the pseudocode for brute force technique to find the mode of elements in an array. Mode is the value that appears most frequently in the array. So the brute force technique to find the mode of an array involves iterating over the array to count the frequency of each element, then identifying the element with the highest frequency. Brute force to find the mode pseudocode ആണ്. Procedure find mode array, max frequency is equal to 0, we initialize the maximum frequency, mode is equal to none, initialize the mode as none, then we loop through each element in the array. For I from 0 to length of array minus 1, do current element is equal to array of I, frequency is equal to 0, count the frequency of current element for j from 0 to length of array minus 1, do if array of j is equal to current element, then frequency is equal to frequency plus 1. So here we check current element has higher frequency than previous mode. So if frequency greater than max frequency, then max frequency is equal to frequency, mode is equal to current element, return mode. So ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇനിഷ്യലൈസേഷൻ ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് മാക്സ് ഫ്രീക്വൻസി ആണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതിൻ്റെ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മോഡ്, ഇവിടെയാണ് നമ്മൾ എലമെന്റിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഔട്ടർ ലൂപ്പാണ്. അഞ്ചാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഐട്രേറ്റ് ചെയ്യുകയാണ്. ഇൻഡെക്സ് ആയി യൂസ് ചെയ്തിട്ട് അറേ ഓഫ് എലമെന്റ്സിനെ ഐട്രേറ്റ് ചെയ്യുന്നു. ഫോർ ഈച്ച് element, current element, we count its frequency by comparing it to every other element in the array. അറേയിലുള്ള ബാക്കിയുള്ള എലമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് ചെയ്യുന്നത്. ഇനി ഇന്നർ ലൂപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ എലമെന്റിന്റെ കറണ്ട് എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതർ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഫ്രീക്വൻസി കൗണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രിമെന്റ് ചെയ്യുന്നു, അവർ മാച്ച് ചെയ്യുവാണെങ്കിൽ. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ്, മോഡ് അപ്ഡേറ്റ് ചെയ്യുവാണ്. മോഡിലാണ് നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസി സ്റ്റോർ ചെയ്തേക്കുന്നത്, അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ആഫ്റ്റർ കൗണ്ടിങ് ദ ഫ്രീക്വൻസി ഓഫ് കറണ്ട് എലമെന്റ്, വി ചെക്ക് ഇഫ് ഇറ്റ്സ് ഫ്രീക്വൻസി ഇസ് ഗ്രേറ്റർ ദാൻ മാക്സ് ഫ്രീക്വൻസി. ഇഫ് സോ, വി അപ്ഡേറ്റ് മാക്സ് ഫ്രീക്വൻസി ആൻഡ് സെറ്റ് മോഡ് ടു ദ കറണ്ട് എലമെന്റ്. നമ്മൾ മോഡിൽ സ്റ്റോർ ചെയ്യുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ്, അപ്പോൾ അത് നമ്മൾ കമ്പയർ എല്ലാം ചെയ്തിട്ട് മാക്സ് ഫ്രീക്വൻസിക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തിട്ട് കറണ്ട് എലമെന്റിന് ആയിട്ട് മോഡിനെ സെറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് മോഡിനെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. After all elements have been processed, mode will hold the value that appears most frequently in the array. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Consider the array 1, 2, 2, 3, 3, 3, 4. First we have to start with max frequency is equal to 0 and mode is equal to none. Then we have to check element 1, its frequency is 1, so update max frequency is equal to 1, mode is equal to 1. Then we have to check element 2, its frequency is 2, then we have to update max frequency is equal to 2 and mode is equal to 2. Then we have to check element 3, its frequency is 3, so we have to update max frequency is equal to 3 and mode is equal to 3. Then we have to check element 4, its frequency is 1, so no update to max frequency or mode. The final mode is 3, which appears most frequently. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n2 ആണ്, ബിക്കോസ് വി ഹാവ് 2 നെക്സ്റ്റഡ് ലൂപ്സ്. ദ ഔട്ടർ ലൂപ്പ് റൺ n ടൈംസ് ആൻഡ് ഫോർ ഈച്ച് എലമെന്റ് ദ ഇന്നർ ലൂപ്പ് റൺ n ടൈംസ് ടു കൗണ്ട് ഇറ്റ്സ് ഫ്രീക്വൻസി. സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് 1 ആണ്, ആസ് വി ആർ ഓൺലി യൂസിങ് എ ഫ്യൂ വേരിയബിൾസ് ഫോർ ട്രാക്കിംഗ് ഫ്രീക്വൻസീസ് ആൻഡ് ദ മോഡ്. താങ്ക് യു.